ജയൻ കില്ലർ എന്ന പേരുമായിട്ട് ഇന്ത്യൻ മണ്ണിലെത്തിയ താരമായിരുന്നു ഓസ്കാർ ഡിസോൺ എന്ന പരിശീലകൻ. ബംഗ്ലാദേശ് ക്ലബ്ബായ ബസുന്ധര കിങ്സിന്റെ പരിശീലകനായിരുന്നു. ഇന്ത്യയിലെ വമ്പൻ ക്ലബ്ബായ മോഹൻ ബഗാനെ പലതവണ ബീറ്റ് ചെയ്തതിന് പിന്നാലെയാണ് മോഹൻ ബഗാന്റെ പരമ്പരാഗത വൈരികളായ ഈസ്റ്റ് ബംഗാൾ താരത്തിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അവരുടെ ലക്ഷ്യം മോഹൻ ബഗാനെ ഒന്ന് വീഴ്ത്തുക എന്നത് മാത്രമായിരുന്നു. തുടക്കത്തിൽ ഒന്ന് കാലിടറി പോയെങ്കിൽ പോലും അവർ ആഗ്രഹിച്ചതിനപ്പുറത്തേക്ക് ഓസ്കാർ ഡിസോൺ ഈസ്റ്റ് ബംഗാളിന് നൽകി എന്നുള്ളതാണ്. ആദ്യമായിട്ട് അവരെ ഡ്യൂറന്റ് കപ്പ്, ആദ്യമായിട്ടല്ല, കുറെ കാലത്തിന് ശേഷം അവരെ സൂപ്പർ കപ്പോ ഡ്യൂറന്റ് കപ്പോ പുള്ളി വിജയിപ്പിച്ചു. അതിനുശേഷം മോഹൻ ബഗാനെ വീഴ്ത്തി ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യന്മാരായി. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിലെ ടൈറ്റിൽ സ്വന്തം കയ്യിൽ വെച്ച് അഭിരമിച്ചിരുന്ന മോഹൻ ബഗാന്റെ കയ്യിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം എന്ന രാജ്യത്തെ ടോപ്പ് ലെവൽ ടൈറ്റിൽ അദ്ദേഹം പിടിച്ചെടുത്തതോടുകൂടി അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ഉദ്യമം പൂർത്തിയായി എന്ന് വിശ്വസിച്ച് അദ്ദേഹം കൂടുതൽ വെല്ലുവിളികൾ നേടാൻ തയ്യാറായിരിക്കുകയാണ്. അദ്ദേഹത്തിന് മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഒക്കെ ഓഫറുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഓസ്കാർ ബുസോണിന് ഈസ്റ്റ് ബംഗാളിനോടൊപ്പമുള്ള കരാർ അവസാനിച്ചു കഴിഞ്ഞു. ഈസ്റ്റ് ബംഗാൾ മാനേജ്മെന്റ് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ ഒരു തവണ നോക്കി. അവർ മറ്റു ചില ഓപ്ഷനുകളും നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പുറത്തു നിന്നുള്ള ഓഫറുകൾ നിരന്തരം വരുന്നുണ്ടെങ്കിൽ പോലും ACL2 ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2 തങ്ങൾക്ക് മെച്ചപ്പെട്ട പ്രകടനം വേണം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ടീം പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള ഒരു പ്രോസ്പെക്റ്റുമായിട്ട് ആളിനെ കൺവിൻസ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈസ്റ്റ് ബംഗാൾ ഓസ്കാർ ബുസോണിനെ കൺവിൻസ് ചെയ്യാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ വെല്ലുവിളികൾ, ഇന്ത്യയിൽ അദ്ദേഹത്തിന് ടൈറ്റിൽ കിട്ടി, ഇനി കുറച്ചുകൂടി വലിയ വെല്ലുവിളികൾ നേടണം. അതുകൊണ്ട് പുറത്തേക്ക് പോകാനിരുന്ന ഓസ്കാർ ബുസോണിനെ ഏഷ്യൻ വെല്ലുവിളി എന്നുള്ള പുതിയ ഡ്യൂട്ടി കൊടുത്ത് കൺവിൻസ് ചെയ്യാനാണ് ഈസ്റ്റ് ബംഗാളിന്റെ തീരുമാനം. ഏതായാലും കാലങ്ങൾക്ക് ശേഷം കിട്ടിയ കിരീടം മുറുകെ പിടിക്കാനാണ് ഈസ്റ്റ് ബംഗാളിന്റെ തീരുമാനം എന്ന് വേണം മനസ്സിലാക്കാൻ.